ഹോളി ആഘോഷത്തിന്റെ ഇടയിൽ ശ്രുതിയാണെങ്കിൽ മുത്തശ്ശിന്റെ വേഷമൊക്കെ കെട്ടി വരുന്നുണ്ട്. മീശയും മുണ്ടും ഷർട്ടും തലക്കെട്ടൊക്കെ ആയിട്ട് ശ്രുതി ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്തോട്ട് വരാം. മുത്തശ്ശി ഇത് കണ്ട് ആകെ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. മനോരമ പറയുന്നുണ്ട്, എടി നിന്റെ കാര്യത്തിലെ ഇന്ന് തീരുമാനാവും. മദറിൻലോയെ നിനക്കിട്ട് 4 തരാനുള്ള എല്ലാ വഴിയും നീ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ മനോരമ പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്നങ്ങ് പോവാണ്. സുഭദ്രക്കുട്ടി എങ്ങോട്ടാ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡാൻസാണ്. പിന്നീട് മുത്തശ്ശനില്ലാത്ത സങ്കടം കൊണ്ട് തന്നെ മുത്തശ്ശി ഹോളി ആഘോഷത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാറുണ്ട്. എന്നാലും എല്ലാവർക്കുമായി ഹോളിക്ക് ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് മുത്തശ്ശി തന്നെയായിരിക്കും. മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ശ്രുതി ഇതൊക്കെ ചെയ്യുന്നത്. മുത്തശ്ശി മാറി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ് ശ്രുതി. ഇതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവാ. എന്നാ സുഭദ്രക്കുട്ടി അവിടെ നിൽക്ക്, എങ്ങോട്ടാ പോകുന്നേ എന്നും പറഞ്ഞ് ശ്രുതി മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. വാട്ടർ ഗൺ എടുത്ത് മുത്തശ്ശിക്ക് നേരെ സ്പ്രേ ചെയ്യാണ്. എന്നാ ഇത് കണ്ട് മുത്തശ്ശി ആകെ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഈ സമയത്ത് മനോരമ പറയുന്നുണ്ട്, എടി നിന്റെ കാര്യം തീരുമാനായി. എല്ലാവരും പേടിച്ചായിരിക്കും നിൽക്കുന്നത്. അക്കൂട്ടത്തില് ശ്രുതിക്കും മുത്തശ്ശിയുടെ മുഖം കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി സോറി, ഞാൻ അറിയാതെ ചെയ്തതാ. സോറി മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്തത്. സോറി മുത്തശ്ശി, എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറയാം. ദേഷ്യത്തില് ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്ന വാട്ടർ ഗൺ എടുത്ത് ശ്രുതിക്ക് നേരെയും സ്പ്രേ ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ശ്രുതിയും ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തവണ സ്പ്രേ ചെയ്യുന്നു. മുത്തശ്ശി അങ്ങനെ ചിരിച്ചുകൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാ ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് ഹോളിയൊന്നും ആഘോഷിക്കാറില്ല. ഇപ്പം നീ കാരണ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കണ്ട് മനോരമ ആകെ കൂടെ ഡള്ളായിരിക്കുമായിരിക്കും. മനോരമ കരുതിയത് ശ്രുതിക്കിട്ട് 4 കൊടുക്കും എന്നായിരിക്കും. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ശ്യാം ചെല്ലുന്നത്. ശ്യാം പറഞ്ഞിരുന്നല്ലോ, ഹോളി ദിവസം മുഖത്ത് ചായ ആദ്യം പൂശുന്നത് ശ്രുതിക്ക് ഞാനായിരിക്കുമെന്ന്. അതിനായിരിക്കും ശ്യാം അടുത്തോട്ട് ചെല്ലുന്നത്. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഈ വീട്ടിലെ മരുമകനാ ഞാൻ, ഈ വീട്ടിലെ മരുമകളാ ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ആദ്യത്തെ ഹോളിയാ. അത് ഞാൻ തന്നെ ആദ്യം ശ്രുതിയുടെ മുഖത്ത് ചായം തേക്കാന്ന് കരുതി. ശ്രുതിക്ക് ഇതൊന്നും അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിയുടെ അടുത്തോട്ട് ശ്യാം വരുന്നത് തന്നെ ശ്രുതിക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. എന്നാ അപ്പം തന്നെ അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അശ്വിൻ വേഗം തന്നെ ശ്യാമിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. വേണ്ട, നീ എന്തായാലും ശ്രുതിയുടെ മുഖത്ത് ചായം തേക്കണ്ട. എൻ്റെയും ശ്രുതിയുടെയും ആദ്യത്തെ ഹോളിയല്ലേ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഹോളി. അപ്പം പിന്നെ ഭർത്താവായ ഞാൻ തന്നെയല്ലേ എൻ്റെ ഭാര്യയുടെ കവിളിൽ ചായം തേക്കേണ്ടത്. ഹോളി വിഷ് ചെയ്യേണ്ടതും ഞാൻ തന്നെയാ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കളറെടുത്ത് ശ്രുതിയുടെ മുഖത്ത് 2 കവിളിലും ആക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സ്നേഹത്തോടു കൂടി ശ്രുതി അശ്വിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എൻ്റെ ഹാപ്പി ഹോളി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അഞ്ജലി പറയുന്നുണ്ട്, ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ വിഷ് ചെയ്തു, ചായം തേച്ചു, ഇനി ഭാര്യ അങ്ങോട്ടും വേണം. അങ്ങനെ ശ്രുതി കളറെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അശ്വിൻ്റെ 2 കവിളിലും തേച്ച് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ഹോളി എന്നും പറയുന്നു. അങ്ങനെ 2 പേരും സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ദേഷ്യത്തോടു കൂടിയാണ് ശ്യാം നോക്കി കാണുന്നത്. കുഞ്ഞാ, ഇത്രയും നാള് ഇവിടെ ഹോളി നടത്തിയിട്ടും നീ ഹോളിയിലൊന്നും പങ്കെടുക്കാറില്ല. ഇതാ പറയുന്നേ, സ്നേഹം കൊണ്ട് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. ശ്രുതിയുടെ സ്നേഹം കൊണ്ടാ അശ്വിൻ ഇങ്ങനെ മാറി മറിഞ്ഞത് എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. പിന്നീടായിട്ട് ശ്രുതി ഡ്രസ്സെല്ലാം മാറ്റി വരുന്നുണ്ട്. ആ സമയത്ത് രാമേട്ടൻ അവിടെ സംഭാരമൊക്കെ കലക്കുന്നുണ്ടായിരിക്കും. സംഭാരത്തിൻ്റെ കൂടെ വീര്യം കൂടാനായിട്ട് ചില പൊടിക്കൈകളൊക്കെ ചേർക്കുന്നുണ്ട്. രാമേട്ടൻ്റെ അടുത്ത് ചെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, രാമേട്ട എന്തെങ്കിലും സഹായം വേണോ? ഞാനും ചെയ്തു തരാം. വേണ്ട മോളെ, ഇത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, ഇതെന്താ കലക്കുന്നേ? ഇതേ സംഭാര. സംഭാരെന്നും പറയാം. ഇത് ലഹരി കൂടാനായിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. വീര്യം കൂടാനുള്ള കുറച്ച് മരുന്നുകൾ. ആഹാ, അതൊക്കെയുണ്ടോ? ശ്രുതി സംസാരിക്കുന്നത് ശ്യാം ഇങ്ങനെ മാറി നിന്ന് കാണുന്നുണ്ടായിരിക്കും. ഇത് കുടിച്ചാലേ ഉള്ളിലുള്ളതെല്ലാം പുറത്തോട്ട് വരും. അയ്യോ, എന്നാ എനിക്ക് വേണ്ട. ഉള്ളിലുള്ളതൊന്നും ഇപ്പോൾ പുറത്താരോടും പറയാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഈ സംഭാരം വേണ്ടേ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നു. എന്നാലേ നിന്നെ കൊണ്ട് ഈ സംഭാരം ഞാൻ കുടിപ്പിക്കും ശ്രുതി. നീ ഇത് കുടിച്ച് നിന്റെ ഉള്ളിലുള്ളതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. ഇന്നത്തെ ദിവസം ഞാൻ ഈ സംഭാരം കുടിക്കില്ല, എന്നാ നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചിരിക്കും എന്നൊക്കെ ശ്യാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്.
പിന്നീട് ശ്രുതി എല്ലാവർക്കുമായിട്ട് സംഭാരം കൊടുക്കുന്നുണ്ട്. ആദ്യം ശ്രുതി കൊണ്ടുകൊടുക്കുന്നത് ആകാശിനും പ്രീതിക്കുമായിരിക്കും. ഇതാ സംഭാരം എടുക്ക. ഇതില് ഡ്രിങ്ക്സ് ചേർത്തിട്ടുണ്ടോ? അതൊക്കെ ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്ത് മിക്സാ. ഹോളി ദിവസം മുത്തശ്ശിയുടെ സമ്മതത്തോടു കൂടി ഇതെല്ലാവർക്കും കുടിക്കാം. അതാ ഹോളിയുടെ പ്രത്യേകത. ആണോ? ഇത് കുടിച്ചാലേ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുന്ന രാമേട്ടൻ പറയുന്നത്. അതുകൊണ്ടേ ഞാൻ കുടിക്കുന്നില്ല. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ ഞാനും കുടിച്ചേക്കാം എന്നും പറഞ്ഞ് പ്രീതിയും ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ ആകാശം എടുക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് സംഭാരമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നീടായിട്ട് എല്ലാവർക്കുമായിട്ട് ഈ സംഭാരം കൊടുക്കുക. അങ്ങനെ അഞ്ജലിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അഞ്ജലി മേഡം, ഇത് കുടിക്കുക. അഞ്ജലി മേഡോ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ മാഡെന്ന് വിളിക്കരുതെന്ന്? ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പം ഇന്ന് തൊട്ട് തന്നെ നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി. ഞാൻ നിന്റെ നാത്തൂനാ, അത് മറക്കരുത്. അപ്പം പിന്നെ നീ എന്നെ ചേച്ചിയെ നിന്നെ തൊട്ട് വിളിച്ചാൽ മതി. എന്നാൽ ശരി ചേച്ചി. ചേച്ചി സംഭാരം കുടിക്കുക. ഇതിൽ ഡ്രിങ്ക്സ് ആഡ് ചെയ്തിട്ടുണ്ടോ? ചേച്ചിക്ക് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് തരുമോ? ചേച്ചി ഇത് കുടിക്കുക, ഇത് സംഭാരാ എന്നും പറഞ്ഞ് ശ്രുതി കൊടുക്കുന്നുണ്ട്. പിന്നീട് മനോരമയ്ക്കും മോഹനനും കൊണ്ട് കൊടുക്കുകയാണ് ശ്രുതി. അങ്ങനെ മോഹൻ അത് എടുക്കുന്നുണ്ട്. എന്താടി ഇത്തവണ ഡ്രിങ്ക്സ് ഒന്നുമില്ലേ? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാ. ആഹാ, ആണോ? എന്നാ എടുക്കാം. അല്ല, മോഹനേട്ടൻ എന്തിനാ എടുക്കുന്നേ? അത് അവിടെ തന്നെ വെക്ക്. ഇനി ഇത് കുടിച്ച് ആടി ആടി നടക്കും. അതെ, മോഹനേട്ടന് വേണ്ട, നീ കൊണ്ടുവെക്കോ. അങ്ങനെ മനോരമയും കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അഞ്ജലിയുടെ അടുത്തോട്ട് ശ്യാം വരുന്നുണ്ട്. അഞ്ജലി സംഭാരം കുടിക്കുകയാണോ? ഇതിൽ ഡ്രിങ്ക്സ് ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നാ ശ്രുതി പറഞ്ഞത്. പക്ഷേ ഇത് ആഡ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നേ. അല്ല, എന്നിട്ട് ശ്രുതി കുടിച്ചോ? ശ്രുതിക്ക് ഇതൊന്നും വേണ്ടെന്ന്, ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുന്നാ അവൾ പറയുന്നേ. അങ്ങനെ പറ്റില്ലല്ലോ, അവളെ കൊണ്ടൊന്ന് കുടിപ്പിക്കണ്ടേ? അഞ്ജലി പറഞ്ഞാലേ അവൾ കുടിക്കും. അപ്പോൾ അവൾക്കൊരു ഗ്ലാസ് കൊടുക്ക് എന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് അഞ്ജലിയുടെ കയ്യിൽ കൊടുക്കുക. അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് അഞ്ജലി ചെല്ലുന്നുണ്ട്. അല്ല ശ്രുതി, നീ എന്താ കുടിക്കാത്തേ? നീയേ സംഭാരം കുടിക്ക്. വേണ്ട, എനിക്കിതൊന്നും വേണ്ട, ശരിയാവില്ല. കുടിച്ചാലേ വലിയ പ്രശ്ന. അതൊന്നും പറ്റില്ല, ഞങ്ങൾ എല്ലാവരും കുടിക്കുന്നില്ലേ. നീ സംഭാരം കുടിക്ക്, ഡ്രിങ്ക്സ് കുടിക്കണ്ട, സംഭാരം കുടിച്ചാൽ മതിയല്ലോ. ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ കുടിക്കാം എന്നും പറഞ്ഞ് ശ്രുതി അത് കുടിക്കുന്നുണ്ട്. കുടിച്ചതിന് ശേഷം അഞ്ജലി പറയുന്നുണ്ട്, ഇതേ സംഭാരമല്ല, ഡ്രിങ്ക്സാ. എൻ്റെ അഞ്ജലി ചേച്ചി എന്തേ ഈ കാണിച്ചേ? ഇതാ പറയുന്നേ, നാത്തുമാരെ വിശ്വസിക്കരുതെന്ന്. ഇതും പറഞ്ഞ് അഞ്ജലി ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ശ്യാമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രുതി ഇത് കുടിച്ചു കഴിഞ്ഞാൽ ശ്രുതിക്ക് പറയാനുള്ളതെല്ലാം ശ്യാമിൻ്റെ അടുത്ത് പറയുമെന്നായിരിക്കും ശ്യാമിൻ്റെ വിചാരം. പ്രീതി ആകാശമാണെങ്കിൽ ഈ സംഭാരം കുടിച്ച് ആകെ കിറുങ്ങിയിരിക്കുമായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, എൻ്റെ നല്ല ക്യൂട്ട് കപ്പിൾസ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പം എനിക്ക് കാണുന്നതെല്ലാം 3ഉം 4ഉം ആയിട്ടാ. നിങ്ങളെ എനിക്ക് 3ഉം 4ആയിട്ട് കാണുന്നതേ ഇരട്ടി സന്തോഷ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരെയും. എൻ്റെ ചേച്ചിയെ പൊന്നുപോലെ നോക്കണം. ചേച്ചി എന്നും ഇതേപോലെ സന്തോഷത്തോടു കൂടി കൊണ്ടു നടക്കണം. ആര് പറഞ്ഞാലും എൻ്റെ ചേച്ചി ഉപേക്ഷിക്കരുത് എന്നൊക്കെ ആകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ നിൻ്റെ ചേച്ചിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന്. ഇതൊക്കെ കണ്ട് അശ്വിൻ ദേഷ്യത്തിൽ ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അശ്വിന് മനസ്സിലാവാണ് ശ്രുതി സ്വബോധത്തോടു കൂടിയല്ല ഒന്നും സംസാരിക്കുന്നതെന്ന്. ഇങ്ങനെ സംസാരിച്ചാലേ എല്ലാ കള്ളക്കളികളും പുറത്തു വരുമെന്ന് അശ്വിന് മനസ്സിലാവുക.